എല്ലാവർക്കും നമസ്കാരം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് എഗ് പ്ലാന്റ് ആണ്. നമ്മുടെ നാടൻ വഴുതനങ്ങ ഉപയോഗിക്കാം. അത് കുറച്ച് മൂപ്പ് കുറഞ്ഞതായിരിക്കണം മാത്രം. ഉള്ളിൽ അധികം കുരുവൊന്നും ആകുന്നതിന് മുന്നേ എടുക്കുന്ന വഴുതനങ്ങയും നമുക്കിതിനുവേണ്ടി ഉപയോഗിക്കാം. എടുത്തിരിക്കുന്ന വഴുതനങ്ങ ഇങ്ങനെ നീളത്തിൽ നമ്മുടെ ഫിംഗർ പോലെ നീളത്തിൽ നമുക്കിങ്ങനെ മുറിച്ചെടുത്ത് വെക്കാം, കട്ട് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് ഒത്തിരി വലിപ്പം വേണ്ട, എന്നാൽ തീരെ നൈസാക്കുകയും വേണ്ട. അങ്ങനെ നമുക്കൊന്ന് മുറിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 4-5 കഷ്ണം ബ്രെഡ് പൊടിച്ചെടുത്ത് വെക്കാം. ഇനി അരിപ്പൊടിയുണ്ട്, അരിപ്പൊടി എടുക്കണം. അരിപ്പൊടി നമ്മൾ എത്രയാണ് എടുത്തേക്കുന്നോ അതിന് നമ്മുടെ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്ത് അതിലേക്ക് മുളക് പൊടി ഉപ്പൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് എന്തോരം കോട്ടിങ്ങിന് വേണം അതനുസരിച്ച് വേണം അരിപ്പൊടി എടുക്കാനായിട്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനൊരു പാത്രം മാറിയിട്ടുണ്ട്. കാരണം മറ്റേലേക്ക് വെച്ച് എനിക്ക് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാ ഭാഗത്തും നല്ലതുപോലെ അരിപ്പൊടിയും ഒക്കെ പിടിക്കത്തൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത്. ഇനി ഒറിഗാനോ വേണ്ടവർക്ക് അത് ചേർക്കാം. കുറച്ച് ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യം മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു കോട്ടിങ് ഇതിന് പുറമേ കിട്ടുന്നത്. എന്നിട്ട് വഴുതനങ്ങ പെട്ടെന്ന് ആയിക്കോളും. ഇനി ഒന്നുകൂടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ മുട്ടയുടെ വെള്ളയിലേക്ക് വീണ്ടും നമ്മൾ അരിപ്പൊടിയുടെ കോട്ടിങ്ങിലോട്ടാണ് ഒന്നുകൂടി ഇടുന്നത്. പുറമേ നല്ല തിക്കായിട്ടും ഹാർഡായിട്ടും കിട്ടാനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഒന്നുകൂടെ നല്ലപോലെ അരിപ്പൊടിക്കകത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മുട്ടയുടെ വെള്ളയിട്ടതിന് ശേഷം നമുക്കിനി ബ്രെഡ് പൊടിച്ച് വെച്ചതിനകത്ത് മുക്കി ഒന്ന് കോട്ട് ചെയ്തെടുക്കാവേ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ അത് കോട്ടിങ്, നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് നമുക്ക് പുറമേ ലഭിക്കുക. ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കണം. വഴുതനങ്ങയാണ് ഉള്ളിലത്തെ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് വെന്ത് പോകും. അപ്പോൾ ഈ കോട്ടിങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം ചെയ്യണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. പക്ഷേ ഈ കോട്ടിങ്ങിനുള്ള അത് മിക്സഡ് തയ്യാറാക്കി എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സ് ആട്ടോ ഇത്. നമ്മുടെ മക്കളെല്ലാം ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഇച്ചിരി സോസ് കൂടെ ഉണ്ട് പിന്നെ പറയണ്ട കേട്ടോ. അവർക്ക് എല്ലാ ദിവസവും ഇതുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. ഇനി വെജിറ്റബിളൊന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഇതൊരു നല്ല ഫ്രൈസ് അല്ലേ. അധികം മൂത്ത് പോവാത്ത കോവയ്ക്കയോ ക്യാരറ്റോ ഒക്കെ വെച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഏതായാലും ടേസ്റ്റാണെങ്കിൽ നമുക്ക് മാറി മാറി പിള്ളേർക്ക് ഇത് ഈ ഫ്രൈസ് തയ്യാറാക്കി കൊടുക്കാം. കുറച്ച് സോസ് മാത്രം മതി, അവർക്ക് ഇഷ്ടംപോലെ കഴിച്ചോളൂ കേട്ടോ. അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് ആവുമേ. വഴുതനങ്ങ പെട്ടെന്ന് റെഡിയാവും. അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലൊരു വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എന്താ പുറമേ നല്ല ക്രിസ്പിയാണേ, ഉള്ളിൽ ഇങ്ങനെ നല്ല ജ്യൂസി ആയിട്ടിരിക്കും കേട്ടോ. അപ്പം വഴുതനങ്ങയുടെ ടേസ്റ്റ് എന്താ ഇഷ്ടമില്ലാത്തവരും ഇത് കഴിച്ചോളും. ബാക്കി വന്നത് ഞാനിങ്ങനെ വട്ടത്തിൽ അങ്ങ് അരിഞ്ഞെടുക്കുക കേട്ടോ. നമുക്കിനി നമ്മുടെ മീൻ വറുത്തെടുക്കുന്നതിൽ ഇച്ചിരി മുളക് പൊടി ഉപ്പ് പൊടിയൊക്കെ ചേർത്ത് വറുത്തെടുക്കാവേ. ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ചോറിന് കൂട്ടാനാണെങ്കിലും വെറുതെ കഴിക്കാനെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കുറച്ച് കോൺഫ്ലവറോടെ തിരുമുന്നുണ്ട് ഞാൻ. ഇച്ചിരി ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മാത്രം മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഇനി വെച്ചേക്കണ്ട ഉപ്പുപൊടി ഇട്ട കാരണം വെച്ചേക്കണ്ട ഇപ്പത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. വെച്ചിരുന്നാൽ വെള്ളമൊക്കെ ഇറങ്ങി അതിൻ്റെ ഒരു ഇത് പോകും. അപ്പോൾ അത് കാരണം നമുക്ക് ഉപ്പുപൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെച്ചേക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ചൂടായ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതും പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതും ആയി കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ വഴുതനങ്ങ വേകുമല്ലോ. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ ഇത് വറുത്തെടുക്കുക. ബാക്കി 4 മണിക്ക് വരുമ്പോഴത്തേനും ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് അത് ഉപയോഗിക്കാം കേട്ടോ. ഒരു വഴുതനങ്ങ കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ നടക്കുമേ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.